ഭൂപതിവ് ചട്ട ഭേദഗതി എത്രയും വേഗം നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചട്ടങ്ങൾ അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തും. ഭൂപതിവ് ഭേദഗതി നിയമം കേരള നിയമസഭ പാസാക്കി 1.5 വർഷം കഴിഞ്ഞിട്ടും ചട്ടങ്ങൾക്ക് അംഗീകാരമായില്ല എന്ന വാർത്ത 24 നൽകിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. 24 ഇമ്പാക്ട്. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. രാഹുൽ, കഴിഞ്ഞ വർഷം തന്നെ ഈ ചട്ടങ്ങൾ കൊണ്ടുവരും എന്നായിരുന്നുവല്ലോ സർക്കാർ പ്രഖ്യാപനം, പക്ഷേ ഒന്നുമായില്ല. എന്താണിപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന ഇടപെടൽ? രാഹുൽ. ഉന്മേഷ്, 2023 സെപ്റ്റംബർ 14 ഇടുക്കി ജില്ലയിലെ അടക്കം മലയോര മേഖലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്ന ഭൂപതിവ് ഭേദഗതി നിയമം നിയമസഭ പാസാക്കുന്നത്. എന്നാൽ ഗവർണറും സർക്കാരും തമ്മിലുണ്ടായിരുന്ന തർക്കം കാരണം ബില്ലിന് ഗവർണർ അംഗീകാരം നൽകിയത് 2024 ഏപ്രിൽ 27-നുമാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ, അതായത് 2024 ഓഗസ്റ്റിൽ ഈ ചട്ടം രൂപീകരിച്ച് ബില്ല് പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു റവന്യൂ മന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉറപ്പ്. പക്ഷേ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം 24 ഈ വിഷയം വാർത്തയാക്കിയത്. പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഭൂപതിവ് ചട്ട ഭേദഗതി എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചട്ടങ്ങൾ അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ചട്ട ഭേദഗതി നടപ്പാകുന്നതോടെ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്ന ഈ പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ റെഗുലറൈസേഷൻ ചെയ്തു കൊടുക്കുന്നതിന് ഫീസ് ഈടാക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനം സർക്കാർ എടുത്തിരുന്നു. അങ്ങനെ ഫീസ് ഈടാക്കുകയാണെങ്കിൽ അത് എത്ര ചെറിയതോ വലുതോ ആണെങ്കിൽ പോലും ഫീസ് ഈടാക്കുകയാണെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും. അതൊരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് UDF പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഏത് തരത്തിൽ പരിഹരിക്കുമെന്നുള്ള കാര്യം കൂടി ഇനി കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ശരി, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.